ഓം ശ്രീ മഹാദേവിയെ നമഃ. നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 467 വരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങളാണ് അറിഞ്ഞതല്ലേ. ഇന്ന് നമുക്ക് 468 മുതൽ 490 വരെയുള്ള നാമങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ശ്ലോകം ഒന്ന് പാരായണം ചെയ്യാം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം ശ്രീ പരാശക്തിയേ നമഃ. വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധി ചക്രനിലയാ രക്തവർണ ത്രിലോചന ഗഡ്വാംഘാതി പ്രകരണാവദനൈക്യ സമന്വത പായസാന പ്രിയാ ദുക്ത പശുലോക ഭയങ്കരി അമൃതാദിമകാശക്തി സംവൃതാടാകിനീശ്വരി അനാഹതാബ്ജനിലയാ ശ്യാമാ ഭാവദനത്വയാ ദംഷ്ട്രോജ്വലക്ഷമാലാതിരുതിര സംസ്ഥിത. അപ്പൊ ഈ ശ്ലോകത്തിന്റെ നാമാർത്ഥങ്ങളാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ആദ്യത്തെ നാമമായിട്ട് വരുന്നത് വജ്രേശ്വരി എന്നാണ്. അതായത് ശ്രീചക്രത്തിന്റെ 12 പ്രാകാരത്തിൽ 11ാമത്തെ പ്രാകാരമായിട്ട് വരുന്ന ആ പ്രാകാരത്തിൽ വരുന്ന ദേവതയാണ് വജ്രേശ്വരി എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത നാമം വാമദേവിയെ നമ. വാമദേവി എന്നാൽ വാമ ഭഗവാന്റെ ദേവിയായിട്ടുള്ള പത്നിയായിട്ടുള്ളവൾ എന്ന അർത്ഥം. അതായത് ശിവഭഗവാനെയാണ് ആ നാമത്തിൽ അർത്ഥമാക്കുന്നത്. ഭഗവാന്റെ വാമഭാഗമായ ദേവിയെ തന്നെയാണ് ആ നാമത്തിൽ അർത്ഥം പറയുന്നത്. അതുപോലെ വാമാചാരത്തിൻ്റെ ദേവി എന്ന നിലയിലും നാമാർത്ഥം വരുന്നുണ്ട്. വയോവസ്ഥ വിവർജിതായേ, അതായത് ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളൊന്നും ദേവിയെ ബാധിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞൊരു നാമത്തിൽ പറഞ്ഞിരുന്നു ദേവി എപ്പോഴും യൗവനയുക്തിയായിട്ടാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള വയോവസ്ഥ വിവർജിതായ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് അത്തരം അവസ്ഥകളൊന്നും ദേവിക്കില്ല എന്നതാണ്. സിദ്ധേശ്വരിയെ നമ. അതായത് സിദ്ധന്മാർക്ക് എല്ലാം ഈശ്വരി ആയിട്ടുള്ളവളാണ് ദേവി. അതുപോലെ കാശിയില് ഒരു മഹാക്ഷേത്രത്തിൽ, പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ദേവി സിദ്ധേശ്വരി എന്ന നാമത്തിൽ പറയുന്നു. അപ്പം അതൊക്കെയാണ് നാമാർത്ഥം വരുന്നത്. അടുത്ത നാമം എന്താണെന്ന് നോക്കാം. സിദ്ധവിദ്യായേ നമ. പഞ്ചദശി മന്ത്രത്തിന് സിദ്ധവിദ്യ എന്ന് പറയാം. പഞ്ചദശി എന്നാൽ ശ്രീവിദ്യ ഉപാസനയിലെ മന്ത്രമാണ്. അപ്പം അങ്ങനെയുള്ള വിദ്യകൾ കൂടിയ ദേവിയാണ് സിദ്ധവിദ്യായേ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. സിദ്ധമാത്രേ നമ. അതായത് സിദ്ധന്മാരുടെ മാതാവാണ് ദേവി അല്ലേ. ഐഹിക ബന്ധങ്ങളിൽ നിന്നും വിമോചിതരായിട്ടുള്ള സിദ്ധന്മാര് അവരുടെ അമ്മയായിട്ട് കരുതുന്നത് ദേവിയെയാണ്, ശ്രീ മഹാദേവിയെയാണ്. അതിനാലാണ് സിദ്ധമാത്രേ എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യശസ്വിന്യേ നമ. യശസ്വിനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രസിദ്ധയായിട്ടുള്ളവളാണ് ദേവി. അതായത് അത്യന്തം പ്രസിദ്ധയായിട്ടുള്ള ദേവി എന്ന് നാമാർത്ഥം. വിശുദ്ധി ചക്ര നിലയായേ നമ. വിശുദ്ധി ചക്രത്തിൽ നിവസിക്കുന്നവളായ ദേവിയെയാണ് ആ നാമാർത്ഥം കുറിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന നാമങ്ങള് 475 മുതൽ 534 വരെയുള്ള നാമങ്ങളിലെല്ലാം ഷഡ്ചക്ര ആധാരങ്ങളെ കുറിച്ചും അവയിൽ വസിക്കുന്ന സ്ഥിതി ചെയ്യുന്ന ദേവതകളെ കുറിച്ചുമൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വിശുദ്ധി ചക്രത്തിലെ ദേവതയാണ്. ആ ദേവതയെക്കുറിച്ചും മറ്റുമെല്ലാം 475 മുതൽ 534 വരെയുള്ള നാമാർത്ഥങ്ങളിൽ കൂടെ വിശദീകരിക്കുന്നുണ്ട്. പിന്നെയുള്ള നാമങ്ങൾ അത് അങ്ങനെയുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം നാമങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. 475 മുതൽ 485 വരെയുള്ള നാമാർത്ഥങ്ങളിൽ വിശദീകരിക്കുന്നത് ഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് വിശുദ്ധി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവതയെക്കുറിച്ചാണ്. നമുക്ക് ആ നാമാർത്ഥങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതായത് വിശുദ്ധി ചക്ര നിലയായേ എന്ന നാമത്തിൽ പറയുന്നത് പ്രകാരം വിശുദ്ധി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളായ ദേവിയെയാണ്. അതായത് വിശുദ്ധി ചക്രം എന്ന് വെച്ചാൽ ഖണ്ഡത്തിൽ
ഉള്ള ചക്രമാണ്. ഇളം ചുവപ്പ് നിറത്തോടു കൂടിയുള്ള ദേവിയാണ് അവിടെ വർണ്ണിക്കുന്നത്, ദേവിയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതിലെ പത്മം എന്ന് പറയുന്നത് 16 ഇതളോട് കൂടിയ താമരയാണ്. ആ പത്മത്തിൻ്റെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേവതയാണ് ഡാകിനി ദേവത എന്ന നാമത്തിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത നാമം നോക്കാം. അരക്തവർണായേ നമ. അപ്പം എന്തായിരിക്കും അതിൻ്റെ നാമാർത്ഥം? അരക്തവർണായ എന്നാൽ ചുവപ്പ് നിറത്തോടു കൂടിയ, അതായത് ഇളം ചുവപ്പ് നിറത്തോടു കൂടിയ ദേവിയാണ്. ഇതെല്ലാം വിശുദ്ധി ചക്രത്തിലെ ഡാകിനി ദേവതയെക്കുറിച്ച് പറയുന്നതാണ്. ത്രിലോചനായേ നമ. അതായത് വിശുദ്ധി ചക്രത്തിലെ ഡാകിനി ദേവതയെക്കുറിച്ചാണ്. ദേവതയ്ക്ക് 3 കണ്ണുകളുണ്ട് എന്ന് പറയുന്നു. അപ്പം 3 കണ്ണുകളോട് കൂടിയ ദേവതയാണ് ഡാകിനി ദേവത. അടുത്ത നാമം ഗഡ്വാങ്കാദിപ്രകരണായേ നമ. ഗഡ്വാംഗം ധരിച്ച ദേവി എന്ന നാമാർത്ഥമാണ് അതിൽ വരുന്നത്. ഗഡ്വാംഗം, കത്തി, ശൂലം, മഹാചർമ്മം തുടങ്ങിയവയാണ് ഡാകിനി ദേവിയുടെ ആയുധങ്ങളായിട്ട് പറയുന്നത്. അപ്പം അതാണ് ആ നാമാർത്ഥം വരുന്നത്. അടുത്ത നാമം നോക്കാം. വദനൈക്യ സമന്വതായേ. ഒരു മുഖം മാത്രമാണ് ഡാകിനി ദേവതയ്ക്ക് പറയുന്നത്. അപ്പോൾ അടുത്ത ചക്രങ്ങളിലെ ദേവതമാർക്ക് അതിൽ കൂടുതൽ മുഖങ്ങൾ ഉണ്ടാകാമെന്ന് സാരം അല്ലേ. അടുത്ത നാമം പായസാനപ്രിയായേ നമ. പാൽപായസം ഇഷ്ടപ്പെടുന്നവളാണ് ദേവി എന്ന് സാരം. അപ്പോൾ ആ ചക്രത്തിലെ ദേവി ഡാകിനി ദേവിക്ക് പായസാനപ്രിയയായ ദേവിയാണെന്ന് പറയുന്നു. അതാണ് ആ നാമാർത്ഥം. അടുത്ത നാമം എന്താണെന്ന് നോക്കാം. ത്വക്സ്ഥായേ നമ. സ്പർശേന്ദ്രിയമായ ത്വക്കിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയും കൂടിയാണ് ഡാകിനി ദേവി എന്ന് ഈ നാമാർത്ഥം സൂചിപ്പിക്കുന്നു. പശുലോക ഭയങ്കരിയേ നമ. അതായത് പശുലോക ഭയങ്കരി, പശുക്കൾ എന്ന് പറഞ്ഞാൽ അജ്ഞാനികളായ മൃഗതുല്യരായ മനുഷ്യരെ തന്നെയാണ്. അപ്പം അത്തരം അജ്ഞാനികൾക്ക് ഭയം ഉണ്ടാക്കുന്നവളാണ് ഡാകിനി ദേവി എന്ന അർത്ഥത്തിലാണ് ആ നാമാർത്ഥം വരുന്നത്. അമൃതാദി മഹാശക്തി സമ്പ്രദായേ നമ. വിശുദ്ധി ചക്രത്തിലെ പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാകിനി ദേവതകള് 16 ദേവതകളാൽ ചുറ്റപ്പെട്ട ദേവതയാണ് എന്ന് നാമാർത്ഥം കുറിക്കുന്ന നാമമാണ്. ഈ 16 ഇതളുകളുള്ള താമരയ്ക്ക് അക്ഷരങ്ങളായിട്ട് ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങൾ ദേവതകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദേവതകളാൽ ചുറ്റപ്പെട്ട ദേവിയാണ് ഡാകിനി ദേവി എന്ന് അർത്ഥസാരം പറയുന്നു. അടുത്ത നാമം നോക്കാം. ഡാകിനീശ്വരിയെ നമ. ഡാകിനി ഈശ്വരിയായിട്ടുള്ള ദേവി, അതായത് ഈശ്വരിയായിട്ടുള്ള ഡാകിനി ദേവിയെക്കുറിച്ചാണ് നാമാർത്ഥം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ വിശുദ്ധി ചക്രത്തിലെ ഡാകിനി ദേവതയെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ കണ്ടത്തിലായിട്ടാണ് വിശുദ്ധി ചക്രം വരുന്നത്. ആ ചക്രത്തിന് 16 ഇതളുകളുള്ള താമരയാണ്. ആ പത്മത്തിൻ്റെ മധ്യസ്ഥിലായിട്ടാണ് ഡാകിനി ദേവതയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡാകിനി ദേവതയുടെ ശക്തിഭാവത്തെക്കുറിച്ചും രൂപത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ ഇതുവരെയുള്ള നാമങ്ങളിൽ പറഞ്ഞു. ഇനി അടുത്ത ചക്രം അനാഹത ചക്രമാണ്. അനാഹത ചക്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത നാമങ്ങളിലായിട്ട് വരുന്നത്. സശ്രദ്ധം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം അടുത്ത നാമത്തിലേക്ക് കടക്കാം. അനാഹത പത്മം എന്നാൽ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചക്രമാണ്. ആ ചക്രത്തിന് 12 ഇതളുള്ള പത്മമാണ് അതിൻ്റെ മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേവിയെയാണ് അനാഹതാബ്ജ നിലയായ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. അനാഹത പത്മത്തിലെ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് രാഗിണ്യംബാദേവി എന്നാണ് പറയുന്നത്. രാഗിണ്യംബാദേവി ദേവിയുടെ സവിശേഷതകളും ഭാവങ്ങളും രൂപങ്ങളും ഒക്കെ നമുക്ക് നോക്കാം അടുത്ത നാമങ്ങളായിട്ട്. ശ്യാമാഭായി നമ. കറുത്ത വർണ്ണത്തോട് കൂടിയ ദേവിയാണ് രാഗിണ്യാംബ ദേവി എന്ന് പറയുന്നു. അടുത്ത നാമം വദനദ്വയായേ നമ. 2 മുഖങ്ങളാണ് ദേവിക്കുള്ളതെന്നാണ്
നാമത്തിൽ പറയുന്നത്. ദംഷ്ട്രോജ്വലായേ നമ. നീണ്ട ദംഷ്ട്രങ്ങളോട് കൂടിയ ദേവിയാണ്, ശോഭയുള്ള ദേവിയാണ് നാമാർത്ഥം സൂചിപ്പിക്കുന്നത്. അക്ഷമാലാധിതരായേ നമ. ജപമാല അണിഞ്ഞ ദേവിയാണ് എന്ന് പറയുന്നു. ദേവിയുടെ കൈകളില് അക്ഷം, ശൂലം, കപാലം, ഡമരു തുടങ്ങിയവ ധരിച്ചിട്ടുണ്ട് എന്ന് നാമാർത്ഥം സൂചിപ്പിക്കുന്നു. ഇപ്പൊ രാഗിണ്യംബ ദേവിയുടെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ആയുധങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. രുതിര സംസ്ഥിതായേ നമ. രക്തത്തിൽ വസിക്കുന്നവളായ ദേവി എന്നും പറയുന്നുണ്ട്. രുതിര സംസ്ഥിതായേ നമ എന്ന നാമാർത്ഥം അതാണ്. അപ്പൊ നമുക്ക് ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഷഡ്ചക്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ സൂക്ഷ്മരൂപമായിരിക്കുന്ന ദേവതാ സങ്കല്പങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഈ ഷഡ്ചക്രങ്ങളൊക്കെ നമ്മൾ അറിയുകയും അവയെക്കുറിച്ച് ധ്യാനിക്കുകയും മറ്റുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശാരീരികമായും മാനസികമായും ഗുണങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് അനുഭവങ്ങളാണ് അറിയാൻ കഴിയുക. അതുകൊണ്ട് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു വസ്തുതയാണ്. പറഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് അർത്ഥം നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഷഡ്ചക്രങ്ങളെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് ദിവസം ആരംഭിക്കുകയാണെങ്കിലൊക്കെ വളരെ വളരെ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 490 വരെയുള്ള നാമങ്ങളുടെ അർത്ഥങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.